ഓൺ ദ റോഡ് സിനിമാസ് ഇന്ന് റിവ്യൂ ചെയ്യുന്നത് നടികർ. ഹണി ബി 2, ഡ്രൈവിംഗ് ലൈസൻസ്, സുനാമി തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്ത ജീൻ പോൾ ലാലാണ് ഈ മൂവിയുടെ സംവിധായകൻ. ഈ മൂവിയുടെ ക്രൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ടൊവിനോ തോമസ്, അതേപോലെ ടൊവിനോ തോമസിൻ്റെ സുഹൃത്തായിട്ട് അഭിനയിക്കുന്നത് ബാലു വർഗീസ്, സുരേഷ് കൃഷ്ണ, ഇന്ദ്രൻസ്, സൗബിൻ ഷാഹിർ തുടങ്ങിയവരും, അതുപോലെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു പുതിയ മൂവിയിലോട്ട് ഒരു അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ ഭാവന എത്തിയിട്ടുണ്ട് ഈ മൂവിയിലൂടെ. ഈ മൂവി സത്യം പറഞ്ഞാൽ എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നാൽ ആ നെഗറ്റീവ് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ആദ്യം പോസിറ്റീവിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ മൂവിയുടെ ഫസ്റ്റ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ അത് സൗബിൻ ഷാഹിറാണ്. കാരണം ഒരു സ്ലോ പേസിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു മൂവീനെ അത്യാവശ്യം ഇൻട്രസ്റ്റിങ്ങും കുറച്ചുകൂടെ ഒരു ഫാസ്റ്റ് ആക്കിയതാണ് സൗബിൻ ഷാഹിറിൻ്റെ റോൾ. കാരണം ടൊവിനോ തോമസും സൗബിൻ ഷാഹിറിൻ്റെയും ആ കോമ്പിനേഷൻ അത്യാവശ്യം നന്നായിട്ട് എനിക്ക് വർക്കൗട്ടായിട്ടുണ്ട്. അതേപോലെ എടുത്തു പറയാനുള്ളത് ഈ മൂവിയിലെ കുറച്ച് ഇമോഷണൽ സീൻസ് അത് നന്നായിട്ട് ടൊവിനോ തോമസ് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം നന്നായിട്ട് നമുക്ക് കൺവേ ആയിട്ടുമുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറേ ഹ്യൂമർ സീൻസും കുറച്ച് ആക്ഷൻ സീൻസൊക്കെ ഉണ്ട്. ടിപ്പിക്കലി പറയുകയാണെങ്കിൽ ഇതൊരു ഡ്രാമ മൂവിയാണ്. എൻ്റർടൈൻമെൻറ്റ് കുറവായിരിക്കാം, പക്ഷേ കൂടുതലും ഡ്രാമയാണ് ഈ മൂവിയിൽ എനിക്ക് കാണാൻ സാധിച്ചത്. ഇനി ഈ മൂവിയുടെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ടത് ഇതിൽ നിന്ന്, അതായത് ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുമ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ, അതായത് ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു സൂപ്പർ സ്റ്റാർ, ഒരു സ്റ്റാർഡമൊക്കെ ആഗ്രഹിക്കുന്ന ഒരു നടൻ തൻ്റെ സിനിമ കരിയറിൽ ഫേസ് ചെയ്യുന്ന ഒരു ഫെയിലിയേഴ്സും അതിനെ അവസാനം ഓവർകം ചെയ്യുന്നതാണ് ഈ മൂവിയുടെ ഒരു പ്ലോട്ട്. പക്ഷേ അത് നമ്മളിലോട്ട് എത്രത്തോളം കൺവേ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് അത്യാവശ്യം നല്ലൊരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരുപാട് സീനൊന്നും നമുക്ക് നന്നായിട്ട് കൺവേ ആവുന്നുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല ലാഗിങ് ആയിരുന്നു, നല്ല സ്ലോ ആയിരുന്നു. എന്തിനാണ് ഇത്തരം സീൻസ് ഇവിടെ ആവശ്യമെന്ന് തന്നെ തോന്നിപ്പോയി. ഒരർത്ഥവുമില്ലാത്ത കുറച്ച് സീൻസൊക്കെ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ടായിരുന്നു. അതേപോലെ എടുത്തു പറയേണ്ട ഒന്നെന്ന് പറയുമ്പോൾ കുറേ ഹ്യൂമർ സീൻസ് അതൊന്നും അത്യാവശ്യം നന്നായിട്ട് നമുക്ക് വർക്കൗട്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതൊരു ഡ്രാമ മൂവിയാണ്. എൻ്റർടൈൻമെൻറ്റ് ഒരുപാട് പ്രതീക്ഷിച്ച് പോകേണ്ട ആവശ്യമില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ കുറേ ഇമോഷണൽ സീൻസ് ഒന്നും ഓഡിയൻസിൽ വലുതായിട്ട് കൺവേ ആയിട്ടില്ല. കാരണം ഞാൻ നോക്കിയപ്പോൾ തന്നെ ടൊവിനോ ചെയ്യുന്ന കുറേ ഇമോഷണൽ ആയിട്ടുള്ള സീൻസിൽ കുറേ പേര് ഓഡിയൻസിൽ തന്നെ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മൂവി ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ അടുപ്പിച്ച് കുറേ ഹിറ്റ് മൂവീസ് ഇറങ്ങുന്ന ഒരു സമയത്ത് ഈ പുതിയ മൂവീസിന് അതൊരു വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് തിയേറ്ററിൽ പോയി കാണാനുള്ളതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത് ഒരു OTT എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ടൊവിനോ ഫാൻസിന് ഇതൊരു വൺ ടൈം തിയേറ്റർ വാച്ചബിൾ മൂവിയാണ്. ഈ മൂവി ഒരു ആവറേജ് എന്നാൽ വൺ ടൈം വാച്ചബിൾ മൂവിയാണ്.